ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ. നമസ്കാരം. ഈ ശില്പത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അമേരിക്കയിൽ വാഷിംഗ്ടണിലെ ഒരു കഫേക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശില്പത്തിന്റെ ചിത്രമാണ്. സോഷ്യൽ മീഡിയയിൽ കുറച്ചുനാൾ മുമ്പ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം. അസാധാരണ സൗഹൃദത്തിന്റെ പ്രതീകമായിട്ടാണത്രേ ഈ ശില്പം അവിടെ സ്ഥാപിച്ചത്. അതിലൊരാൾ ഇന്നത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അടുത്തയാൾ 6 വർഷം മുമ്പ് ജയിലിൽ തൂങ്ങി മരിച്ചു, ജെഫ്രി എപ്സ്റ്റീൻ. ഇന്ന് അമേരിക്ക മാത്രമല്ല, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രം. നിരവധി പെൺകുട്ടികളെ പീഡിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും അതുവഴി ബില്യണർ ആവുകയും ലോകത്തിലെ വമ്പന്മാരുടെ യഥാർത്ഥ മുഖം ആഴത്തിൽ അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു ബില്യണർ. കൊടും കുറ്റകൃത്യങ്ങളുടെ അധികാരത്തിന്റെ ഇടനാഴികളിലെ ഇടപാടുകളുടെ നടത്തിപ്പുകാരൻ. അടുത്ത മാസം 19-ന് അയാളുടെ കേസുകളിലെ സുപ്രധാന ഫയലുകൾ പുറത്തു വരാനിരിക്കെ ലോകം ഉറ്റുനോക്കുകയാണ്. ഈ വീഡിയോ നടുക്കുന്ന ആ സംഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ. ആ പേര് കേൾക്കുമ്പോൾ അമേരിക്കക്കാരുടെ മനസ്സിൽ ഒരുപാട് വികാരങ്ങൾ ഒരുമിച്ചുണരേണ്ടതാണ്. ഭയം, ദേഷ്യം, അവിശ്വാസം, വെറുപ്പ്, അതോ നിസ്സഹായതയോ? കാരണം ഈ മനുഷ്യൻ മരിച്ചിട്ട് 6 വർഷമായി. പക്ഷെ അയാൾ ഇന്നും അവരുടെ മനസ്സിൽ ആശങ്കകൾ ഉണർത്തുന്ന ഒരു ബിംബമാണ്. ചില പ്രമുഖരുടെ രാത്രികളിലെ ദുസ്വപ്നങ്ങളിൽ ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നയാളായി, ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ കണ്ണീരിൽ ഇപ്പോഴും അണയാത്ത വേദനയായി. 1953 ജനുവരി 20 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിൽ ഒരു സാധാരണ ജൂത കുടുംബത്തിലാണ് ജെഫ്രി എപ്സ്റ്റീൻ ജനിച്ചത്. പിതാവ് നഗരത്തിന്റെ പാർക്കുകളിൽ വൃത്തിയാക്കുന്ന തൊഴിലാളിയായി പ്രവർത്തിച്ചു. മാതാവ് ഒരു സാധാരണ വീട്ടമ്മ. ജെഫ്രി കോളേജ് പഠനം പൂർത്തിയാക്കിയില്ല, എങ്കിലും കണക്കിൽ മിടുക്കനായിരുന്നു. തുടർന്ന് 1974 ഡാൽട്ടൺ സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു. ഒരുപക്ഷെ അവിടെ നിന്നാണ് അയാളുടെ യഥാർത്ഥ യാത്ര, ജീവിതം ആരംഭിക്കുന്നത്. അധികാരത്തിന്റെയും പണത്തിന്റെയും ലൈംഗികതയുടെയും ഇരുണ്ട സാമ്രാജ്യം അയാൾ കെട്ടിപ്പടുക്കാൻ ആരംഭിക്കുന്നത്. അധ്യാപന ജോലി വളരെ വേഗം തന്നെ ജെഫ്രി ഉപേക്ഷിച്ച് മറ്റൊരു മേഖലയിലേക്ക് കടന്നു. 1976 ബെയർ സ്റ്റേൺസ് എന്ന ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ ജോലിക്ക് ചേർന്നു. അവിടെ പക്ഷേ വളരെ വേഗത്തിൽ തന്നെ പുറത്തേക്കുള്ള വഴി അയാൾക്ക് മുന്നിൽ വെട്ടിത്തെളിക്കപ്പെട്ടു. ഒടുവിൽ 81-ൽ സ്വന്തം കമ്പനി ജെഫ്രി രൂപം കൊടുത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ അസറ്റ്സ് എന്ന പേരിൽ അതിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ നിന്നും ജെഫ്രിയുടെ വളർച്ച കണ്ണിമ ചിമ്മുന്ന വേഗത്തിലായിരുന്നു. പണം ഒഴുകി, ബില്യൺ കണക്കിന് ഡോളറുകൾ. അതിനിടയിൽ ജെഫ്രി അവരുടെ ഏറ്റവും വലിയ ക്ലയന്റ് ആയ ലെസ്ലി വെക്സ്നറെ കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഫാഷൻ ബ്രാൻഡുകളിലൊന്നായ വിക്ടോറിയ സീക്രട്ടിന്റെ ഉടമ. $200 ബില്യൺ ഫീസായിരുന്നു ജെഫ്രിയുടെ കണക്കിൽ അവരുമായുള്ള ഇടപാടിൽ ലഭിച്ചത്. പിന്നെ ലിയോൺ ബ്ലാക്ക് അടക്കമുള്ള ലോകത്തെ എണ്ണം പറഞ്ഞ കമ്പനികളുമായി ജെഫ്രി കൈകോർത്തു. ഇതിനിടെ ജെഫ്രി എപ്സ്റ്റീന്റെ വ്യക്തിഗത സമ്പത്ത് $600 മില്യൺ ഉയർന്നു. 21,000 സ്ക്വയർ ഫീറ്റുള്ള ലോകത്തിലെ ന്യൂയോർക്കിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് മാൻഷൻ ജെഫ്രി സ്വന്തമാക്കി. കൂടാതെ പാം ബീച്ചിലെ പാലസ്, പാരീസിലെ അപ്പാർട്ട്മെന്റ്, ന്യൂ മെക്സിക്കോയിലെ റാഞ്ച്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന വ്യക്തി അമേരിക്കയിലെ സമ്പന്നരുടെ മുൻനിരയിൽ തലയുയർത്തി തിളങ്ങി നിൽക്കുകയായിരുന്നു. അതിനിടയിൽ US വെർജിൻ ഐലൻഡിൽ 2 പ്രൈവറ്റ് ദ്വീപുകൾ ജെഫ്രി സ്വന്തമാക്കി, ഗ്രേറ്റ് സെന്റ് ജെയിംസും ലിറ്റിൽ സെന്റ് ജെയിംസും. ആ ദ്വീപുകൾ, അവിടെയാണ് യഥാർത്ഥ ഭീകരത ആരംഭിക്കുന്നത്. 1990കളുടെ തുടക്കത്തിൽ തൻ്റെ ബിസിനസ്സിനപ്പുറം മറ്റു ബിസിനസ്സുകാരെ കൂടെ നിർത്താൻ മറ്റ് ചില പ്രവർത്തനങ്ങളിലേക്കും വഴിതിരിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനം പെൺകുട്ടികളെ വലയിലാക്കുക എന്നതായിരുന്നു. മസാജ് ചെയ്യാൻ വരൂ, $200 തരും എന്ന് ജെഫ്രി നിരന്തരം പരസ്യങ്ങൾ നൽകി. 14 വയസ്സു മുതലുള്ള പെൺകുട്ടികൾ ജെഫ്രിയുടെ പരസ്യം കണ്ട് അയാളുടെ സ്ഥാപനത്തിലേക്ക് എത്തി. പ്രധാനമായും എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ദ്വീപിൽ തന്നെയായിരുന്നു ഈ മസാജ് പാർലറുകൾ. പാം ബീച്ചിലും ഇത്തരം സ്ഥാപനങ്ങൾ എപ്സ്റ്റീൻ സജ്ജമാക്കിയിരുന്നു. പെൺകുട്ടികളെ കൊണ്ടുവരുന്നതിൽ പ്രധാനി ഗിസ്ലെയ്ൻ മാക്സ്വെൽ എന്ന സ്ത്രീയായിരുന്നു. ബ്രിട്ടീഷ് മീഡിയ ഭീമൻ റോബർട്ട് മാക്സ്വെല്ലിന്റെ മകൾ. അവൾ ആ പെൺകുട്ടികളെ എപ്സ്റ്റീന്റെ കിടക്കയിലെത്തിക്കും. ചിലപ്പോൾ അവളും കൂടെ പ്രൈവറ്റ് ദ്വീപിലെ ടെമ്പിൾ എന്ന കെട്ടിടത്തിലെ ക്യാമറകളിൽ പതിഞ്ഞു. അവരുടെ മാത്രമല്ല, ലോകത്തെ വിവിധ മേഖലകളിൽ പ്രശസ്തരായവരുടെ കൂടി സ്വകാര്യ നിമിഷങ്ങളായിരുന്നു അതിൽ പതിഞ്ഞത്. അവയിൽ പലതും ബ്ലാക്ക്മെയിൽ ലക്ഷ്യത്തോടെ തന്നെ ഉപയോഗിക്കുന്നതിനായി എപ്സ്റ്റീൻ കരുതി വെച്ചതായിരുന്നു. അയാൾ ഒരിക്കൽ പറഞ്ഞു, ലോകത്തിലെ ശക്തരായ മനുഷ്യരുടെ രഹസ്യങ്ങളാണ് ഇന്ന് എന്നെ അവരെക്കാൾ ശക്തരാക്കുന്നത്. അവരുടെ ലൈംഗിക ദുശീലങ്ങളും ഡ്രഗ് ഉപയോഗവും കൂടാതെ ലോകത്തിനറിയാത്ത പല രഹസ്യങ്ങളുടെയും കലവറ അവരെ എൻ്റെ കാൽ കീഴിലാക്കുന്നു. ലോലിറ്റ എക്സ്പ്രസ് എന്ന എപ്സ്റ്റീന്റെ പ്രൈവറ്റ് ജെറ്റ് ഒരു ബോയിങ് 727. അതിൽ യാത്ര ചെയ്തവരുടെ പേരുകൾ ഒരുപക്ഷെ നമ്മൾ ഞെട്ടിക്കും. ബിൽ ക്ലിന്റൺ 26 തവണ ആ ജെറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ, മൈക്രോസോഫ്റ്റ് ഉടമ ബിൽ ഗേറ്റ്സ്, ലോകപ്രശസ്ത ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ്, ഹോളിവുഡ് താരം ലിയോണാർഡോ ഡി കാപ്രിയോ.
നോം ചോംസ്കി, ലാറി സമേഴ്സ്, പീറ്റർ തീൽ, എലോൺ മസ്ക്, ഇങ്ങനെ പല പ്രമുഖരുടെയും യാത്രകൾ ആ സ്വകാര്യ ദ്വീപിലേക്കായിരുന്നു. അതിനുവേണ്ടി തയ്യാറാക്കിയ ജെറ്റിൽ അവിടുത്തെ പ്രായപൂർത്തിയെത്താത്ത പെൺകുട്ടികളുടെ അടുത്തേക്കായിരുന്നു അവർ പറന്നിരുന്നത്. മുകളിൽ പറയാതെ പോയ ഒരു വലിയ പേര് കൂടി ആ ലിസ്റ്റിലുണ്ട്. അതിപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. 2002 ഒരു അഭിമുഖത്തിൽ ട്രംപ് എപ്സ്റ്റീനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ജെഫ്രി ഒരു മികച്ച വ്യക്തിയാണ്, എല്ലാ അർത്ഥത്തിലും ഒരു ടെറിഫിക് ഗൈ. അവൻ യുവതികളെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു, എന്നെപ്പോലെ തന്നെ എന്ന് അയാൾ അശ്ലീല ചിരിച്ചുകൊണ്ട് അന്ന് പറഞ്ഞു. അയാൾ ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആണ്. ഇവർ ചേർന്ന് അമേരിക്കയിലെ ഫ്ലോറിഡയിലുള്ള പാം ബീച്ചിലെ ഒരു ക്ലബ്ബായ മാർ എലാഗോയിൽ നിന്ന് പെൺകുട്ടികളെ മോഷ്ടിച്ചു എന്നും ട്രംപ് പറഞ്ഞു. 2003 എപ്സ്റ്റീന്റെ 50ാം ജന്മദിന ആൽബത്തിൽ ട്രംപിന്റെ പേരിൽ ഒരു രേഖാചിത്രവും സന്ദേശവും എപ്സ്റ്റീൻ ലഭിച്ചിരുന്നു. ആ രേഖാചിത്രം നഗ്നയായ സ്ത്രീയുടെ രൂപമായിരുന്നു. എന്നാൽ അവരുടെ സ്വൈരവിഹാരം അധികം നീണ്ടുനിന്നില്ല. ഒരു 14 വയസ്സുകാരി 2005 തനിക്ക് നേരിട്ട ദുരിതാനുഭവങ്ങളെക്കുറിച്ച് പരാതി നൽകി. അതോടെ 2005 പാം ബീച്ചിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണം തുടങ്ങിയതോടെ നിരവധി പെൺകുട്ടികൾ പരാതികളുമായി എത്തി. 40ഓളം ഇരകൾ, ഭൂരിഭാഗവും പ്രായപൂർത്തിയെത്താത്തവർ. അന്വേഷണം നീളുന്നത് വൻ തോക്കുകൾക്കെതിരായതിനാൽ രാഷ്ട്രീയ സമ്മർദ്ദം ഏറി വന്നു. അപ്പോഴും നേരത്തെ പറഞ്ഞ വൻ തോക്കുകളുടെ രഹസ്യ വീഡിയോകൾ എപ്സ്റ്റീന്റെ കൈവശം ഉണ്ടായിരുന്നു. തുടർന്ന് പിൽക്കാലത്ത് ട്രംപിന്റെ ലേബർ സെക്രട്ടറി അലക്സ് അക്കോസ്റ്റ ഒരു രഹസ്യ കരാറുണ്ടാക്കുകയും വലിയ ശിക്ഷയില്ലാതെ വിചാരണ അവസാനിപ്പിക്കാനുള്ള നടപടികൾക്ക് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു എന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഒടുവിൽ ആ നോൺ പ്രോസിക്യൂഷൻ കരാർ പ്രകാരമുള്ള വിധി വന്നു. വെറും 13 മാസം ജയിൽ ശിക്ഷ, അതും ദിവസവും ജോലിക്ക് പോകാൻ അനുവാദത്തോടെ. ഇരകളോടൊന്നും പറഞ്ഞില്ല, അവർക്ക് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചില്ല. പക്ഷേ ശിക്ഷാകാലത്തും എപ്സ്റ്റീൻ തന്റെ ചെയ്തികൾ തുടർന്നുകൊണ്ടേയിരുന്നു. പാർട്ടികൾ, ദ്വീപ്, പുതിയ ഇരകൾ ഒക്കെ സംഭവിച്ചു. ആദ്യ നിയമ നടപടികളുടെ അവസ്ഥ കണ്ട് ആരും പിന്നീട് എപ്സ്റ്റീനെതിരെ രംഗത്ത് വന്നില്ല. പരാതികൾ നൽകാൻ തയ്യാറായില്ല. വിധി അയാളെ കൂടുതൽ ശക്തനാക്കി. എന്നാൽ കാലം എല്ലാ കാലത്തേക്കും ഒരാളെ സർവശക്തനായി വിഹരിക്കാൻ, കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് കൊണ്ടാടാൻ അനുവദിക്കില്ലല്ലോ. ചെറിയ ശിക്ഷയിലൂടെ രക്ഷപ്പെട്ട എപ്സ്റ്റീന് വേണ്ടി തയ്യാറാക്കിയ ആ നോൺ പ്രോസിക്യൂഷൻ കരാർ നിയമവിരുദ്ധമാണെന്ന് ഒടുവിൽ ഫെഡറൽ കോടതി ജഡ്ജി കണ്ടെത്തി. അലക്സ് അക്കോസ്റ്റ 2008 ജെഫ്രി എപ്സ്റ്റീനെ സംരക്ഷിക്കാനുണ്ടാക്കിയ രഹസ്യ കരാർ ഇരകളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതാണ് എന്ന് ജഡ്ജി വിശകലനം ചെയ്ത് കണ്ടെത്തി. അതിനു മുമ്പ് തന്നെ മിയാമി ഹെറാൾഡ് എന്ന മാധ്യമം പ്രസിദ്ധീകരിച്ച ഇക്കാര്യത്തിലെ റിപ്പോർട്ടിനെ തുടർന്ന് പഴയ ഇരകളുടെ പ്രതിഷേധം വീണ്ടും രൂപപ്പെട്ട് തുടർന്ന് അയാൾക്കെതിരായ പരാതികളായി വന്നു. അതോടെ വീണ്ടും നിയമ നടപടികൾ തുടങ്ങി. കുറ്റം പഴയ അതേ കുറ്റം തന്നെ. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുടെ സെക്സ് ട്രാഫിക്കിംഗ്, ക്രിമിനൽ ഗൂഢാലോചന എല്ലാം വീണ്ടും ഉന്നയിക്കപ്പെട്ടു. ഇത്തവണ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് കസേരയിൽ ഉണ്ടായിരുന്നു. അതും പ്രസക്തമാണ്. എങ്കിലും ട്രംപിനും രക്ഷിക്കാനാവാത്ത വിധം പൊതുവികാരം എപ്സ്റ്റീനെതിരെ ഉയർന്നിരുന്നു. ഒടുവിൽ പാരീസിൽ നിന്ന് ന്യൂയോർക്കിലെത്തിയ എപ്സ്റ്റീനെ 2019 ജൂലൈ 6 എയർപോർട്ടിൽ വെച്ച് FBI അറസ്റ്റ് ചെയ്തു. ഇത്തവണ പക്ഷേ എപ്സ്റ്റീന് പ്രതീക്ഷകളെല്ലാം നഷ്ടമായിരുന്നു. തെളിവുകളെ അട്ടിമറിക്കാൻ തൻ്റെ കയ്യിലുള്ള ബ്ലാക്ക്മെയിൽ വീഡിയോകൾക്ക് കഴിയില്ല എന്ന് അയാൾക്ക് ബോധ്യമായി. എന്നാലും അവ ഉപയോഗിച്ച് വിചാരണയിൽ ഒരു വിലപേശലിന് ശ്രമിക്കാമെന്ന വിദൂര പ്രതീക്ഷ അയാൾക്കുണ്ടായിരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട എപ്സ്റ്റീനെ ന്യൂയോർക്കിലെ മെട്രോപൊളിറ്റൻ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. അതിനിടെ ഫെഡറൽ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ജൂലൈ 23 എപ്സ്റ്റീനെ സൂയിസൈഡ് വാച്ചിലേക്ക് മാറ്റിയിരുന്നു. കാരണം അയാൾ ആത്മഹത്യക്ക് ശ്രമിച്ചേക്കാമെന്ന് പ്രോസിക്യൂഷൻ വിലയിരുത്തിയിരുന്നു. സൂയിസൈഡ് വാച്ച് എന്നത് നിരന്തരം നിരീക്ഷിക്കപ്പെടുന്ന ഒരു സെല്ലായിരുന്നു. എന്നാൽ ജൂലൈ 29 എപ്സ്റ്റീനെ അവിടെ നിന്ന് സാധാരണ സെല്ലിലേക്ക് തന്നെ അസാധാരണമായി മാറ്റി. കൂടെ ഒരു സഹതടവുകാരനും ഉണ്ടായിരുന്നു. 2019 ആഗസ്റ്റ് 9 ജയിലധികൃതർ അവനെയും ആ സെല്ലിൽ നിന്ന് മാറ്റി. ആ സെല്ലിൽ അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ ഒറ്റയ്ക്ക്. അപ്പോഴേക്കും അറസ്റ്റ് ചെയ്യപ്പെട്ട് 1 മാസം കഴിഞ്ഞിരുന്നു. ആഗസ്റ്റ് 10 സമയം രാവിലെ 6:30. രാവിലെ ഗാർഡുമാരായ മിഷായൽ വില്യംസും മൈക്കൽ തോമസും പരിശോധനയ്ക്ക് അവിടെ എത്തി. പക്ഷേ ആ സെല്ലിൽ കണ്ട കാഴ്ച അവരെ നടുക്കി. കിടക്കാൻ നൽകിയിരുന്ന കട്ടിൽ കുത്തനെ നിർത്തി ജെഫ്രി എപ്സ്റ്റീൻ അതിനു മുകളിൽ തൂങ്ങി നിൽക്കുന്നു. അവർ ഓടി അകത്തെത്തി നോക്കിയപ്പോൾ ഹൃദയം നിലച്ചിരുന്നു. ശരീരം തണുത്തു വിറച്ചിരുന്നു. മരണം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. രാവിലെ 7:45 ആയപ്പോൾ മെഡിക്കൽ എക്സാമിനറുടെ റിപ്പോർട്ട് വന്നു, സൂയിസൈഡ് ബൈ ഹാങ്ങിങ് എന്ന്. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴത്തെ ഫോറൻസിക് പരിശോധനയിൽ കഴുത്തിലെ എല്ലുകൾ ഒടിഞ്ഞിരുന്നു. ഇത് കണ്ടെത്തിയത് തൂങ്ങി മരണമല്ല, മറിച്ച് കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാവാനുള്ള സാധ്യതയാണ്. അതോടൊപ്പം തന്നെ
അന്നത്തെ രാത്രി ആ ജയിലിലെ സംഭവങ്ങൾ ദുരൂഹത ഉണർത്തുന്നതായിരുന്നു. സെല്ലിനു പുറത്തെ 2 CCTV ക്യാമറകൾ നിലച്ചിരുന്നു. മാത്രമല്ല, മുമ്പത്തെ റെക്കോർഡിംഗ് മെമ്മറി കറപ്റ്റഡായി കാണപ്പെട്ടു. കൂടാതെ ഓരോ അരമണിക്കൂർ ഇടവിട്ട് പരിശോധനകൾ നടത്തേണ്ട ഗാർഡുകൾ ആ രാത്രി അവിടേക്ക് പോയതേയില്ല. അതിനെല്ലാം പുറമെ തലേ രാത്രി സെല്ലിലെ സഹതടവുകാരനെ മാറ്റിയത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും അതിനു പിന്നിൽ ദുരൂഹത സംശയിക്കാമെന്നും ഉള്ള സാഹചര്യം ഉണ്ടായി. എന്നാൽ തൽക്കാലം മറ്റൊന്നും സംഭവിച്ചില്ല. സംഭവ ദിവസം രാത്രി സെല്ലുകൾ നിരീക്ഷിക്കേണ്ടതിന് പകരം ഉറങ്ങിയെന്ന് പറഞ്ഞ് ഗാർഡുമാർക്ക് 6 മാസം തടവ് ശിക്ഷ മാത്രം. ജെഫ്രി എപ്സ്റ്റീന്റെ അസാധാരണ മരണത്തിന്റെ ഫയൽ ക്ലോസ്ഡ്. എന്നാൽ എപ്സ്റ്റീന്റെ സഹോദരൻ മാർക്ക് തന്റെ സഹോദരൻ ആത്മഹത്യ ചെയ്തു എന്ന് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. മാർക്ക് ഈ സംഭവങ്ങളെല്ലാം വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്യില്ല, കൊന്നതാണ് എന്നൊരു ക്യാമ്പയിൻ ആരംഭിക്കപ്പെട്ടു. അമേരിക്ക മാർക്കിന്റെ വാദങ്ങൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞില്ല. കാരണം ബിൽ ക്ലിന്റൺ എന്ന ഡെമോക്രാറ്റിക് പ്രസിഡന്റിന്റെയും ഡൊണാൾഡ് ട്രംപ് എന്ന റിപ്പബ്ലിക്കൻ പ്രസിഡന്റിന്റെയും രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബിൽ ഗേറ്റ്സ്, ആൻഡ്രൂ രാജ്കുമാർ തുടങ്ങിയ ലോകത്തെ വമ്പന്മാരുടെ വീഡിയോകളും സ്വകാര്യ ദൃശ്യങ്ങളും കൈവശമുള്ള ജെഫ്രി വെറുതെ ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെ അമേരിക്കക്കാർ വിശ്വസിച്ചു. എപ്സ്റ്റീൻ മരണമടഞ്ഞെങ്കിലും ആ കേസിന്റെ പുനർവിചാരണ കൃത്യമായി നടന്നു. എപ്സ്റ്റീന് പെൺകുട്ടികളെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഗിസ്ലെയ്ൻ മാക്സ്വെല്ലിനെ കോടതി 20 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. $7.5 ലക്ഷം പിഴയും അവർ അടക്കണം. ഇതുകൂടാതെ ഇരകൾക്കുള്ള നഷ്ടപരിഹാരമായി $35 മില്യൺ അവരുടെ സമ്പത്തിൽ നിന്ന് കണ്ടുകെട്ടാൻ കോടതിയുടെ ഉത്തരവുണ്ടായി. അങ്ങനെ ജയിൽവാസം തുടങ്ങിയ മാക്സ്വെല്ലിന് പക്ഷേ ട്രംപ് രണ്ടാമത് അധികാരത്തിലെത്തിയ 2025 മുതൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നു എന്ന ആരോപണം രൂപപ്പെട്ടു. ചികിത്സയുടെ പേര് പറഞ്ഞ് നിലവിൽ അവരെ ജയിലിൽ നിന്നും പ്രിസൺ ക്യാമ്പിലേക്ക് മാറ്റി. കൂടാതെ അവരുടെ മാപ്പപേക്ഷ പരിഗണിക്കാൻ വേണ്ടി ക്ലിന്റന്റെ ഈ കാലത്ത് രംഗത്തിറങ്ങി. മാക്സ്വെല്ലിനെ കൂടാതെ പെൺകുട്ടികളെ എത്തിക്കുന്നതിൽ പ്രധാനിയായിരുന്ന ജീൻ ലൂക്ക് ബ്രൂണലും ഈ കേസിലെ ഒരു കക്ഷിയായിരുന്നു. മാക്സ്വെല്ലിന്റെ പങ്കാളി കൂടിയായിരുന്ന ഫ്രഞ്ച് ഫാഷൻ മോഡൽ ഏജന്റിനെയും നിരവധി ലൈംഗിക കേസുകളുടെ പേരിൽ ഫ്രാൻസിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ സമയത്ത് കസ്റ്റഡിയിലിരിക്കെ പാരീസിലെ ജയിൽ മുറിയിൽ വെച്ച് അയാൾ 2022 ഫെബ്രുവരി 19 തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഇതിനിടെ എപ്സ്റ്റീൻ വിഷയത്തിൽ വീണ്ടും FBI ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിലും ജെഫ്രി എപ്സ്റ്റീൻ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. കൂടാതെ സെല്ലിനടുത്ത ഇടനാഴിയിലെ ഫുട്ടേജും അവർ പരസ്യമാക്കി. അതിൽ സെല്ലിനടുത്തേക്ക് ആരും പോയതായി കാണുന്നുണ്ടായിരുന്നില്ലത്രേ. എന്നാൽ വിശദമായ പരിശോധനയിൽ പുറത്തുവിട്ട വീഡിയോയിൽ 1 മിനിറ്റ് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് കണ്ടെത്തിയത് വീണ്ടും ദുരൂഹത ഉണർത്തി. എന്തായാലും ഇത് സംബന്ധിച്ച നിർണായകമായ ഒരു ചുവടുവെപ്പിലേക്ക് അമേരിക്കൻ ഭരണകൂടം കടന്നു. എപ്സ്റ്റീൻ ഫയൽ ട്രാൻസ്പെറൻസി ബിൽ അമേരിക്കൻ കോൺഗ്രസിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ട്രംപ് നവംബർ 19 ഒപ്പുവെച്ചിട്ടുണ്ട്. ഡിസംബർ 19 ആ ഫയലുകൾ ലോകത്തിന് മുന്നിലേക്ക് വെളിപ്പെടും. എന്നാൽ ഇരകളുടെ പേരുകൾ മറച്ചുകൊണ്ടായിരിക്കും അവ പ്രസിദ്ധീകരിക്കുക എന്നും പറയപ്പെടുന്നു. അതിനിടെ ആ സെപ്റ്റംബറിൽ അമേരിക്കൻ കോൺഗ്രസിലെ ഡെമോക്രാറ്റ് അംഗങ്ങളുടെ കൂട്ടായ്മയായ ഹൗസ് ഡെമോക്രാറ്റിക് കോക്കസ് ഇത് സംബന്ധിച്ച 20,000-ഓളം ഇമെയിലുകൾ പുറത്തുവിട്ടിരുന്നു. പീറ്റർ തെയിൽ, എലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, ലാറി സാമോഴ്സ്, സ്റ്റീവ് ബാനർ എന്നിവരുമായുള്ള എപ്സ്റ്റീന്റെ ബന്ധങ്ങൾ ഇതിൽ വ്യക്തമായിരുന്നു. ഇതിനിടയിൽ എപ്സ്റ്റീൻ വിവാദത്തിലെ ഒരു ഇര വെർജീനിയ ജുഫ്രെ കഴിഞ്ഞ ഒക്ടോബർ മാസം ഓസ്ട്രേലിയയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. 41 വയസ്സുള്ള അവർ വിർജീനിയക്കൊപ്പമുണ്ടായിരുന്ന ഒട്ടനവധി പെൺകുട്ടികളും കാത്തിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിന്റെ വെളിച്ചത്തെ തല്ലിക്കെടുത്തിയവർ അർഹിക്കുന്ന ശിക്ഷകൾ വാങ്ങിക്കഴിഞ്ഞു. എങ്കിലും അവർക്ക് നീതി നടപ്പായോ എന്നത് മനുഷ്യ മനസാക്ഷിയെ ഉലക്കുന്ന ഒരു ചോദ്യമായി അവിടെ ബാക്കി കിടക്കുന്നു. അടുത്ത മാസം 19 ആ ഫയലുകൾ പുറത്തു വരുമ്പോൾ ഇനിയും വമ്പന്മാരുടെ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും എന്ന് തന്നെയാണ് ലോകം കരുതുന്നത്. ഇരകൾ അനുഭവിച്ച മനോവ്യഥ അവരും അനുഭവിക്കട്ടെ. എപ്സ്റ്റീൻ്റെത് കേവലം ഒരു മനുഷ്യന്റെ കഥയായിരുന്നില്ല. ഇത് അധികാരത്തിന്റെ ഇരുണ്ട മുഖംമൂടികളെ കുറിച്ചുള്ള നേർക്കാഴ്ച കൂടിയായിരുന്നു. അത് അമേരിക്കയിൽ മാത്രം സംഭവിക്കുന്നതുമല്ല, ലോകത്ത് ഏത് നാട്ടിലും സംഭവിക്കാവുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചു കഴിഞ്ഞ കഥ കൂടിയാണ്. പണം നീതിയെ വാങ്ങുന്നതിനെ കുറിച്ചുള്ള കഥ. എപ്സ്റ്റീൻ മരിച്ചു, പക്ഷേ അയാളുടെ പ്രേതം ഇപ്പോഴും കറങ്ങി നടപ്പുണ്ട് ജീവനോടെ. വൈറ്റ് ഹൗസിൽ, ബക്കിംഗ്ഹാം പാലസിൽ, സിലിക്കൺ വാലിയിൽ, ലോകത്തിന്റെ എല്ലാ മേഖലയിലും. അത് ഇനിയും ആരുടെയൊക്കെ മുഖമാണ് വലിച്ചു കീറുക എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനപ്പുറത്ത് അതിൻ്റെ പിന്നാലെ ഇത്തരം ക്രിമിനലുകളെ കുറിച്ച് നാം ഓരോരുത്തരും ജാഗ്രത പാലിക്കുകയും വേണം. നന്ദി, നമസ്കാരം.